ഹായ്, ഇന്ന് നമുക്ക് സ്പൈഡർ വെബ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ 6 സ്ട്രാൻഡ്സ് ആങ്കർ ത്രെഡ് സൂചിയിൽ കോർത്ത് വെച്ചിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് സെൻറ്ററിൽ നിന്ന് നൂല് കുത്തിയെടുക്കാം. അത് കഴിഞ്ഞ് ഇതുപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. അടുത്ത സ്റ്റിച്ച് ഇതുപോലെ ഇവിടെ നിന്ന് തുടങ്ങി സെൻറ്ററിലോട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ്. അടുത്ത സ്റ്റിച്ച് ഇവിടെ നിന്ന് തുടങ്ങി സെൻറ്ററിലോട്ട് കൊണ്ടുവന്ന് അപ്പോൾ ഇങ്ങനെ ഞാനിവിടെ സർക്കിളിൻ്റെ അകത്ത് 4 സ്റ്റിച്ചസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സെൻറ്ററിൻ്റെ അടുത്തായിട്ട് സൂചി മേളിലേക്ക് കുത്തിയെടുക്കണം. ഇനി നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന സ്റ്റിച്ചിലോട്ട് നമ്മൾ ഈ നൂല് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നൂലിങ്ങനെ കൊണ്ടുവന്ന് ഇതുപോലെ ചുറ്റണം. അപ്പോൾ നമ്മൾ സൂചി ഈ സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ കൊണ്ടുവരണം. തുണിയുടെ അടിയിൽ കൂടെ എടുക്കരുത്, നൂലിൻ്റെ അടിയിൽ കൂടെ കൊണ്ടുവന്ന് ഇങ്ങനെ ആ സ്റ്റിച്ചിലോട്ട് ചുറ്റണം. ഇനി ഇതുപോലെ തന്നെ അടുത്ത സ്റ്റിച്ചിലും നമ്മൾ നൂല് ചുറ്റണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ സ്റ്റിച്ചിൻ്റെ അടിയിലൂടെ നൂല് കൊണ്ടുവരണം. നൂലിൻ്റെ അടിയിൽ കൂടെ വേണം, തുണിയുടെ അടിയിൽ കൂടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് ഇതുപോലെ ഈ സ്റ്റിച്ചിലൊന്ന് ചുറ്റണം. അപ്പോൾ ഒന്നുകൂടെ നമ്മൾ ഈ സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ ഒന്നുകൂടെ നമ്മൾ നൂല് കൊണ്ടുവരാണ്. അപ്പോൾ ഈ നൂലിങ്ങനെ ഈ സ്റ്റിച്ചിലൂടെ ചുറ്റിയിരിക്കും. അടുത്ത സ്റ്റിച്ചിൽ ഇതുപോലെ ആദ്യം നമ്മൾ നേരെ അടിയിൽ കൂടെ നൂലെടുത്തു. അത് കഴിഞ്ഞ് ഈ സ്റ്റിച്ചിലോട്ട് നൂല് ചുറ്റാൻ വേണ്ടി ഒന്നുകൂടെ നമ്മൾ ഈ നൂല് ഈ സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ കൊണ്ടുവരണം. ഇപ്പോൾ ഈ സ്റ്റിച്ചിൽ ഒരു ചുറ്റ് വീണിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റിച്ചിൽ ഇതുപോലെ തന്നെ ആദ്യം നമ്മൾ സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ നൂല് എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നമ്മൾ സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ നൂല് കൊണ്ടുവരണം. അപ്പോൾ ഈ നൂല് സ്റ്റിച്ചിൽ ചുറ്റിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ നമ്മൾ ആദ്യം നമ്മൾ ചുറ്റിയ സ്റ്റിച്ചിലോട്ട് ഒന്നുകൂടെ നമ്മൾ നൂലടിയിൽ കൂടെ കൊണ്ടുവന്ന് ചുറ്റുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് നമ്മൾ എല്ലാ സ്റ്റിച്ചിലും റിപ്പീറ്റായിട്ട് ചെയ്തുകൊണ്ട് കൊണ്ടുവരണം. സ്റ്റിച്ചിൻ്റെ ഏറ്റവും അവസാനം വരെ ഇങ്ങനെ ചുറ്റി നമ്മൾ നൂല് ചുറ്റി കൊണ്ടുവരണം. നമ്മൾ വോവൻ വീല് ചെയ്ത ഏകദേശം അതിനോട് സാമ്യമുള്ള സ്റ്റിച്ചാണ്. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ സ്റ്റിച്ചാണ്.
കുറച്ച് അവസാനം ആകുമ്പോഴത്തേക്കും ഈ സൂചി ഇടയ്ക്കൂടെ കയറ്റി ചുറ്റാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും, കുറച്ചൊന്ന് ടൈറ്റാവും. അപ്പോൾ അത് നമ്മൾ സൂക്ഷിച്ച് വേണം സൂചി വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം സ്റ്റിച്ചസ് മൊത്തം കവറായി. അപ്പം ഞാൻ സൂചി ഇവിടെ ഇതിൻ്റെ തൊട്ട് അടിയിലായിട്ട് താഴോട്ട് ഇറക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടിയിലേക്ക് ഇട്ടിട്ട് കൊടുത്താൽ മതി. അപ്പം ഞാനതിവിടെ കാണിക്കുന്നില്ല. അപ്പോൾ ഒരു സ്പൈഡർ വെബിൽ ഒരു വെബിൽ സ്പൈഡർ ഇരിക്കുന്ന പോലെ തോന്നില്ലേ സ്റ്റിച്ച് കണ്ടിട്ട്? അതുകൊണ്ടാണ് ഇതിന് ആ പേര് വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ സ്റ്റിച്ചാണ് ഇത്. 4 സ്റ്റിച്ചസ് തന്നെ കൊടുക്കണമെന്നില്ല സെൻറ്ററിൽ. നമുക്ക് ഇഷ്ടമുള്ള എണ്ണത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇഷ്ടമുള്ള എണ്ണത്തിൽ നമ്മൾ സ്റ്റിച്ചസ് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ചുറ്റി ചുറ്റി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.